ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ ധാരാളം വ്രതങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. ഷഷ്ടിവ്രതം, ഏകാദശി വ്രതം, അതുപോലെ തിങ്കളാഴ്ച വ്രതം, വെള്ളിയാഴ്ച വ്രതം, വ്യാഴാഴ്ച വ്രതം, ഇങ്ങനെ ധാരാളം വ്രതങ്ങൾ. എന്നാൽ മുരുകദേവനെ പ്രാർത്ഥിക്കുന്നതിനായിട്ട് നമ്മൾ സാധാരണയായി ഷഷ്ടി വ്രതമാണ് എടുക്കുന്നത്. എന്നാൽ സ്കന്ദപുരാണത്തിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനായിട്ട് ഷഷ്ടി കൂടാതെ മറ്റു ചില വ്രതങ്ങളെ പറ്റി കൂടി പറഞ്ഞിട്ടുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. കരുവൂർ നഗരത്തെ തലസ്ഥാനമാക്കി രാജ്യഭാരം നടത്തിയ മുചുകുന്ദ ചക്രവർത്തി ഒരു ദിവസം തപോവര്യനായ വശിഷ്ഠ മഹർഷിയെ സമീപിച്ചിട്ട് സ്കന്ദദേവ വ്രതം എങ്ങനെ അനുഷ്ഠിക്കണം, എന്താണ് അതിൻ്റെ വിധികൾ എന്ന് ഉപദേശിക്കുന്നതിനായിട്ട് അപേക്ഷിച്ചു. മുചുകുന്ദ ചക്രവർത്തിയുടെ അപേക്ഷ ചെവിക്കൊണ്ട വസിഷ്ഠമുനി ഇങ്ങനെ ഉപദേശിച്ചു. ആഴ്ചകളിൽ വെള്ളിയാഴ്ച ദിവസമാണ് മുരുകദേവനെ പ്രാർത്ഥിക്കുന്നതിന് ഏറ്റവും ഉത്തമം. എന്നിട്ട് അദ്ദേഹം ഒരു കഥ പറയുകയാണ്. മുമ്പൊരിക്കൽ ഭഗീരഥൻ എന്ന ചക്രവർത്തിക്ക് ഘോരൻ എന്ന രാക്ഷസന്റെ ആക്രമണത്തിൽ തൻ്റെ രാജ്യം നഷ്ടപ്പെടുകയുണ്ടായി. അദ്ദേഹം ശുക്രാചാര്യരെ സമീപിച്ചിട്ട് ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ശുക്രാചാര്യരുടെ ഉപദേശമനുസരിച്ച് ഭഗീരഥ ചക്രവർത്തി സ്കന്ദമൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ച് വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഒരിക്കൽ മാത്രം ആഹാരം കഴിക്കുകയും വെള്ളിയാഴ്ച ദിവസം ഉപവാസ വ്രതം അനുഷ്ഠിച്ച് മുരുകദേവനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇങ്ങനെ 3 വർഷക്കാലമാണ് അദ്ദേഹം വ്രതമനുഷ്ഠിച്ചത്. അതിനുശേഷം സർവേശ്വരൻ ദർശനമരുളി ചെയ്യുകയും മുരുകപ്പടയെ നിയോഗിച്ച് ഘോരൻ എന്ന രാക്ഷസനെ നിഗ്രഹിക്കുകയും ഭഗീരഥൻ്റെ രാജ്യം അദ്ദേഹത്തിന് വീണ്ടെടുത്തു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം മറ്റു ചില കാര്യങ്ങളും കൂടി വശിഷ്ഠമുനി പറയുന്നു. മുനികളിൽ ശ്രേഷ്ഠനായി ശോഭിക്കണമെന്നാഗ്രഹിച്ച നാരദമുനി ഗണപതിയുടെ നിർദ്ദേശമനുസരിച്ച് കാർത്തിക നക്ഷത്ര വ്രതം അനുഷ്ഠിക്കുന്നു. ഭരണി നക്ഷത്രത്തിൽ ഒരിക്കൽ മാത്രം ആഹാരം കഴിക്കുകയും കാർത്തിക നാളിൽ അതിരാവിലെ കുളിച്ച് ശുഭ്രവസ്ത്രങ്ങൾ ധരിച്ച് സ്കന്ദദേവനെ യഥോചിതം അർച്ചന ചെയ്ത് സ്കന്ദപുരാണം ഭക്തിപുരസരം പാരായണം ചെയ്ത് തീർത്ഥം മാത്രം സേവിച്ച് രാത്രികാലം മുഴുവനും ധ്യാനിച്ച് അടുത്ത ദിവസം രാവിലെ ഈശ്വര പൂജകൾ ചെയ്ത് സജ്ജനങ്ങളുമൊത്ത് പാരണ വീടി 12 വർഷക്കാലം നാരദമുനി മുരുകദേവനെ ആരാധിക്കുന്നു. കരുണാമയനായ സ്കന്ദദേവൻ പ്രത്യക്ഷപ്പെട്ട് മുനികളിൽ ശ്രേഷ്ഠനെന്ന പദവി അദ്ദേഹത്തിന് നൽകുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വ്രതമുള്ളത് സ്കന്ദഷഷ്ഠി വ്രതമാണ്. അതിനും വശിഷ്ഠമുനി ഒരു കഥ പറയുന്നു. മുമ്പൊരിക്കൽ 33 കോടി ദേവന്മാരും 48,000 താപസ ശ്രേഷ്ഠന്മാരും മറ്റ് ആകാശലോകവാസികളും ശത്രുക്കളാലും മറ്റും പീഡിപ്പിക്കപ്പെട്ട് തങ്ങളുടെ ദുഃഖങ്ങൾ പരിഹരിക്കുന്നതിനായി ബ്രഹ്മദേവനെ കണ്ട് തങ്ങളുടെ സങ്കടങ്ങൾ ഉണർത്തിച്ചു. ബ്രഹ്മദേവൻ പറഞ്ഞു, ദേവന്മാരെ, നിങ്ങളുടെ ദുഃഖങ്ങളും മനസ്സിൻ്റെ പ്രശ്നങ്ങളും ശാശ്വതമായി പരിഹരിക്കപ്പെടണമെങ്കിൽ സ്കന്ദഷഷ്ഠി വ്രതം യഥാവിധി ഭക്തിപുരസരം ആചരിക്കണം. അങ്ങനെ അരുളി ചെയ്ത ബ്രഹ്മദേവൻ ഷഷ്ടിവ്രതം എങ്ങനെ എടുക്കണം എന്ന് ദേവന്മാരെ ഉപദേശിച്ചു. ഷഡാനന പൂജ ചെയ്യുന്നതിന് പുണ്യസ്ഥലത്തെ പ്രാപിച്ച ദേവന്മാർ പൂജയ്ക്കാവശ്യമായ സാധനങ്ങളെല്ലാം സംഭരിക്കുന്നു. തുലാമാസത്തിലെ ശുക്ലപക്ഷത്തിലെ പ്രഥമ ദിവസം മുതൽ ഷഷ്ടി ദിവസം വരെ നിശ്ചയിച്ചിട്ടുള്ള 6 ദിവസങ്ങളിൽ
ശൂരപത്മാസുരനെയും താരകാസുരനെയും വധിച്ച വേലായുധസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് ദേവന്മാർ വ്രതമനുഷ്ഠിക്കുവാൻ തുടങ്ങി. പ്രഥമ ദിവസം മുതൽ അതിരാവിലെ ഉറക്കമുണർന്ന് സ്നാനം ചെയ്ത് ശുദ്ധമായ ഒരു പാത്രത്തിൽ ഗംഗാജലം നിറച്ച് സ്കന്ദദേവ അക്ഷതകൾ ചേർത്ത് മാവിലകൾ നിറച്ച് വിധിപ്രകാരം ദർഭ വിരിച്ച് ഘടം സ്ഥാപിച്ചു. വേദമന്ത്രങ്ങൾ ഉരുവിട്ട് മുരുകദേവനെ ആവാഹിച്ച് ആഗമവിധിപ്രകാരം ദീപധൂപങ്ങളോടുകൂടി ഷോഡശോപചാരങ്ങളോടെ പൂജയും വഴിപാടുകളും ചെയ്ത് പകലുറക്കവും രാത്രി ഉറക്കവും ഉപേക്ഷിച്ച് കൽക്കണ്ടം, തേൻ, തിനമാവ് എന്നിവ കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങൾ 6 നേരങ്ങളിലും നിവേദിച്ച് വെറ്റില, പാക്ക്, ചന്ദനം, കർപ്പൂരം, ഭസ്മം, സുഗന്ധപുഷ്പങ്ങൾ മുതലായവ സമർപ്പിച്ച് ഭഗവാനെ അവർ പൂജിക്കുന്നു. സ്കന്ദദേവ പ്രാർത്ഥനകൾ ചൊല്ലുകയും ഒരു കൈനിറയെ തീർത്ഥം മാത്രം സേവിച്ച് ദേവന്മാർ ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്തു. ഇപ്രകാരം സ്കന്ദഷഷ്ഠി വ്രതം ഏകാഗ്രചിത്തത്തോടെ അനുഷ്ഠിച്ച് 7-ാം ദിവസം യഥോചിതം മയിൽ വാഹനനായ സ്കന്ദദേവനെ പൂജിച്ച് അതിഥികളെ സൽക്കരിച്ച് അവരോടൊപ്പം പാരണ വീടി വർഷങ്ങളോളം അവർ സ്കന്ദഷഷ്ഠി വ്രതം അനുഷ്ഠിച്ചു. ദേവന്മാരുടെ വ്രതാനുഷ്ഠാനങ്ങളിൽ സംപ്രീതനായ ശ്രീ മുരുകദേവൻ അവർക്ക് ദർശനം നൽകി അനുഗ്രഹിച്ചു. ഇങ്ങനെ വ്രതങ്ങളെപ്പറ്റി വസിഷ്ഠമുനി പറഞ്ഞു കൊടുക്കുകയാണ് മുചുകുന്ദ ചക്രവർത്തിക്ക്. അങ്ങനെ വസിഷ്ഠമുനിയുടെ നിർദ്ദേശപ്രകാരം വളരെ കാലം മുചുകുന്ദ ചക്രവർത്തി സ്കന്ദഷഷ്ഠി വ്രതവും തൃക്കാർത്തിക വ്രതവും അനുഷ്ഠിച്ചു. മുചുകുന്ദ ചക്രവർത്തിയുടെ ഏകാഗ്ര ചിത്തത്തോടു കൂടിയുള്ള വ്രതാനുഷ്ഠാനങ്ങളിൽ സംപ്രീതനായ മുരുകസ്വാമി പരിവാര സമേതനായി മയിൽവാഹനാരൂഢനായി മുചുകുന്ദ ചക്രവർത്തിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ലോകം മുഴുവനും ഒരു കുടക്കീഴിൽ ഭരണം നടത്തുന്നതിന് അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും വീരബാഹു മുതലായ വീരന്മാരെ മുചുകുന്ദനെ സഹായിക്കുവാൻ നിയോഗിക്കുകയും ചെയ്തു. ഇപ്രകാരം മുചുകുന്ദ ചക്രവർത്തി രാജ്യഭാരം നടത്തുന്ന കാലത്ത് വലാസുരൻ എന്ന രാക്ഷസൻ ചതുരംഗ സേനകളോടുകൂടി സുരലോകത്തെ ആക്രമിച്ചു. ഇന്ദ്രാദി ദേവന്മാർ അസുരപ്പടകളുമായി കഠിനമായി യുദ്ധം ചെയ്തുവെങ്കിലും പരാജയമായിരുന്നു സംഭവിച്ചത്. അങ്ങനെ ഇന്ദ്രൻ മുചുകുന്ദ ചക്രവർത്തിയുടെ സഹായം ആവശ്യപ്പെട്ടു. അതിൻ പ്രകാരം മുചുകുന്ദ ചക്രവർത്തി ചതുരംഗ സേനകളുമൊത്ത് സുരലോകം പ്രാപിച്ച് വലാസുരനുമായി യുദ്ധം ചെയ്ത് അവനെ നിഗ്രഹിച്ചു. മുചുകുന്ദ ചക്രവർത്തിക്ക് അതുകൊണ്ടാണ് വലാരി എന്നൊരു നാമം കൂടി ഉള്ളത്. യുദ്ധത്തിൽ തന്നെ സഹായിച്ച മുചുകുന്ദ ചക്രവർത്തിയെ ഇന്ദ്രൻ വേണ്ട വിധത്തിൽ സൽക്കരിച്ചു. ഇന്ദ്രന്റെ പൂജാമുറി സന്ദർശിച്ച മുചുകുന്ദ മഹാരാജാവ് ഇന്ദ്രൻ പൂജിക്കുന്ന സോമസ്കന്ദനായ ശ്രീ ത്യാഗരാജ സ്വാമിയെ കണ്ട് അത്ഭുതപ്പെട്ട് അദ്ദേഹത്തെ സ്തുതിച്ചു. ആ പൂജാവിഗ്രഹം ശ്രീഹരി ഇന്ദ്രന് നൽകി അനുഗ്രഹിച്ചതാണ്. ആ ദിവ്യരൂപം ഭൂലോകത്തിൽ കൊണ്ടുചെന്ന് പൂജ ചെയ്യുവാൻ ആഗ്രഹിച്ച മുചുകുന്ദൻ ആ വിഗ്രഹം ഇന്ദ്രനോട് ആവശ്യപ്പെട്ടു. ആദ്യം ആ വിഗ്രഹം പൂജ ചെയ്തിരുന്നത് ശ്രീനാരായണനായിരുന്നതുകൊണ്ട് അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ തനിക്കും സമ്മതമാണ് എന്ന് ഇന്ദ്രൻ പറഞ്ഞു. അങ്ങനെ ശ്രീഹരിയെ പ്രാർത്ഥിച്ചു പ്രസാദിപ്പിച്ച മുചുകുന്ദൻ വിഗ്രഹം തനിക്കു നൽകി അനുഗ്രഹിക്കണമെന്ന് ഭഗവാനോട് അപേക്ഷിക്കുന്നു. ഇന്ദ്രനോട് വിഗ്രഹം വാങ്ങിക്കൊള്ളുവാൻ ശ്രീനാരായണൻ മുചുകുന്ദന് അനുമതി നൽകി. എങ്കിലും താൻ പൂജിക്കുന്ന വിഗ്രഹം നൽകുന്നതിന് ഇന്ദ്രന് മനസ്സുണ്ടായില്ല. അതുകൊണ്ട് ഒരേ മാതൃകയിലുള്ള 6 വിഗ്രഹങ്ങൾ സൃഷ്ടിച്ച ഇന്ദ്രൻ അവയിലൊന്ന് മുചുകുന്ദന് നൽകി. താൻ ആദ്യം കണ്ട വിഗ്രഹം ഇതല്ല
എന്ന് മനസ്സിലാക്കിയ മുചുകുന്ദൻ സാക്ഷാൽ വിഗ്രഹം തനിക്കു നൽകണമെന്ന് ഇന്ദ്രനോട് പറഞ്ഞു. മറ്റു പോംവഴികളില്ലാതെ ഇന്ദ്രൻ 7 വിഗ്രഹങ്ങളും മുചുകുന്ദനു നൽകി അനുഗ്രഹിച്ചു. വിഗ്രഹങ്ങളുമായി ഭൂലോകത്തെ പ്രാപിച്ച മുചുകുന്ദൻ ശ്രീഹരി പൂജിച്ച മൂർത്തിയെ തിരുവാവൂർ എന്ന സ്ഥലത്തും മറ്റുള്ള മൂർത്തികളെ തിരുനാഗക്കോരണം, തിരുനള്ളാറ്, തിരുക്കാറായിൽ, തിരുക്കോളരിയൂർ, തിരുവാൻമിയൂർ, തിരുമറക്കാട് എന്നീ സ്ഥലങ്ങളിൽ ഒരേ ദിവസം പ്രതിഷ്ഠിച്ച് വേദാചാര വിധിപ്രകാരം പൂജാകർമ്മങ്ങൾ നടത്തിച്ചു. വളരെക്കാലം രാജ്യഭാരം നടത്തിയ മുചുകുന്ദൻ തൻ്റെ പുത്രന് പട്ടാഭിഷേകം നൽകി രാജ്യഭാര ചുമതലകൾ നൽകിയതിനു ശേഷം തപസ്സനുഷ്ഠിച്ച് മുക്തി പ്രാപിച്ച് സ്കന്ദദേവ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ചു. ഹരേ കൃഷ്ണ. ഇതാണ് സ്കന്ദപുരാണത്തിൽ പറഞ്ഞിട്ടുള്ള വ്രതനിഷ്ഠകൾ. ഇതിൽ ഒരു 7 സ്ഥലങ്ങളുടെ പേര് ഞാൻ പറഞ്ഞു. ചിലപ്പോൾ എൻ്റെ ഉച്ചാരണം ശരിയാകണമെന്നില്ല. കാരണം മലയാളത്തിൽ പറയുന്നത് പോലല്ലല്ലോ തമിഴിലൊക്കെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായി അറിയാമെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിക്കൊള്ളുക. എന്നോട് ക്ഷമിക്കണം. ആ സ്ഥലത്തിൻ്റെ പേരുകൾ ഉച്ചരിച്ചതിൽ ചിലപ്പോൾ ചില പിശകുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ തമിഴ് ആ ഒരു സ്ലാങ്ങും നമ്മുടെ മലയാളം സ്ലാങ്ങും തമ്മിൽ വ്യത്യാസമുണ്ടാകും. എഴുതിയെടുത്തതുപോലെയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ചിലപ്പോൾ ഈ വാമൊഴി ആയിട്ടിങ്ങനെ പറയുമ്പോൾ ആ വാക്കുകൾക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ പറഞ്ഞതിൽ ഉച്ചരിച്ചതിൽ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ വ്രതങ്ങളാണ് എന്നുള്ളതാണ്. ഷഷ്ഠിവ്രതം, അതുപോലെ വെള്ളിയാഴ്ച സാധാരണ നമ്മൾ ദേവി ഉപാസനയ്ക്കായിട്ട് തിരഞ്ഞെടുക്കാറുണ്ട്. അതുകൂടാതെ തന്നെ സ്കന്ദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് മുരുകദേവനെ പ്രാർത്ഥിക്കുന്നതിനും വെള്ളിയാഴ്ച ദിവസം വളരെ വിശേഷമാണ് എന്നാണ്. അതുപോലെ കാർത്തിക ദിവസം വ്രതം എടുക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം സ്കന്ദപുരാണത്തിൽ ദേവന്മാർ വ്രതമെടുത്ത രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെയൊന്നും നമുക്ക് വ്രതമെടുക്കാൻ ഇപ്പോൾ 6 ദിവസം സ്കന്ദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആ സ്കന്ദഷഷ്ഠി ദിവസങ്ങൾ 6 ദിവസവും ഉറങ്ങാതെ വ്രതമെടുക്കാനൊന്നും ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. നമ്മൾ തളർന്ന് താഴെ വീണു പോകും. അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ വ്രതം എടുക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ചിട്ട് നമ്മുടെ വ്രതം എടുത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ ഈ കാർത്തിക ദിവസം വ്രതമെടുക്കുന്നത് വളരെ വിശേഷമാണ്. ഭരണി ദിവസം ഒരിക്കലുണ്ട്. കാർത്തിക ദിവസം വ്രതഭക്ഷണം കഴിക്കുക, അതല്ലെങ്കിൽ ഉപവസിക്കുക, അതല്ലെങ്കിൽ ജലം മാത്രം കുടിച്ചിരിക്കുക. പിറ്റേ ദിവസം നമുക്ക് പാരണ വീടി നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. ഈ രീതിയിലൊക്കെ വ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.